ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് പരീക്ഷ പാടായിരുന്നു. അപ്പോൾ പാടായിരുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്താണെന്ന്. ഫിസിക്സിൽ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു തിയറി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വരുന്ന പല ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സമഗ്രയുടെ ചോദ്യപേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത് പഠിച്ചൊരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ ഈസി ആണെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഓണം എക്സാം കഴിഞ്ഞു, അവധി കഴിഞ്ഞു, ക്ലാസ് തുടങ്ങി. ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ അവിടെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വൈകിയപ്പോൾ കുറേ കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചും കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ ബാക്കി ക്ലാസ്സൊക്കെ ഇടുമോ എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ വീണ്ടും തുടർന്ന് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൻ്റെ കുറേ ഭാഗങ്ങൾ പറഞ്ഞ് നിർത്തിയേക്കായിരുന്നു. ഇന്ന് തന്നെ ബാക്കി, ഇന്നത്തോടു കൂടെ നമ്മുടെ ആ ചാപ്റ്റർ തീരും. ഇനി ഇതിനകത്ത് വരുന്ന ലെറ്റസ് അസസ് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വരെ പറഞ്ഞാണ് നിർത്തിയത് അല്ലേ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഈ ഇമ്പൾസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇമ്പൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ആൻസർ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. മാർക്ക് കുറഞ്ഞ കുട്ടിയൊക്കെ ചിലപ്പോൾ കുറച്ച് അടിയും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീച്ചർമാരൊക്കെ അടി തരുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അപ്പോൾ നിങ്ങൾ അടി കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വടി അല്ലേ, ഒരു വലിയ ഫോഴ്സിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, വീശി വന്ന് നമ്മുടെ കയ്യിൽ ഒറ്റ തട്ട്. ഒരു ചെറിയ സെക്കൻഡ്, ഒരു ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് ആ വടി എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു വലിയ ഫോഴ്സ്, ഈ ഫോഴ്സിൽ വരുന്ന വടി എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലോട്ട് ഒരു ചെറിയ സെക്കൻഡ് സമയത്തേക്ക് ടച്ച് ചെയ്യും. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വേദന എടുക്കും അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ സമയത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വന്ന് ആക്ട് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ്. ഈ സംഭവത്തിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ കൊടുക്കുന്ന ആ പറയുന്ന ഇമ്പാക്റ്റിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പൾസ് ഓഫ് ദ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഇമ്പൾസീവ് ഫോഴ്സ്? സിമ്പിളാണ്. എ ലാർജ് ഫോഴ്സ്, എന്താണ്, എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു അടി കിട്ടുന്നത്. അല്ലെ, നിങ്ങൾ ഓണം അവധിയുടെ സമയത്തൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്രിക്കറ്റ് ബാറ്റ്, ഓക്കെ, ഈ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ബോളിനെ അടിക്കുന്നു. ഒരു ചെറിയ സെക്കൻഡ് സമയത്തേക്ക് അടിക്കുന്നു, പക്ഷേ ബോൾ എന്ത് ചെയ്യും, അത് പറന്ന് അല്ലേ നല്ല നല്ല ദൂരത്തേക്ക് പോകും. അപ്പോൾ അതും എന്ത് തന്നെയാണ്, അതും നമ്മുടെ ഈ പറയുന്ന ഒരു ഇമ്പൾസിന് എക്സാമ്പിളാണ്. അല്ലെ, നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നു, ബാഡ്മിൻ്റൺ റാക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷട്ടിൽ കോക്കിനെ അല്ലേ സ്മാഷ് ചെയ്യുന്നു, ഒരു ഒറ്റ അടി അല്ലേ, കോക്ക് എന്ത് ചെയ്യും, ഭയങ്കര സ്പീഡിൽ പോകും. അപ്പോൾ ഇവിടെ എല്ലാം കൊടുക്കുന്നത് എന്താണ്, ഇമ്പൾസീവ് ഫോഴ്സാണ്. അപ്പോൾ ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ ഇൻ്റർവെൽ ഓഫ് സമയത്തേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവിടെ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അളവിനെയാണ് നമ്മൾ ഇമ്പൾസ് ഓഫ് ദ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടും ഇപ്പോൾ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ടൈം. എന്താണ് അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇമ്പൾസ് എന്ന് വെച്ചാൽ, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ അത് എത്ര സമയം ആക്ട് ചെയ്തു എന്ന് സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ കൊടുത്ത ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാർജ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഒരു ലാർജ് ഫോഴ്സ് ഒരു ചെറിയ സമയത്തേക്ക് ഒരു ഒബ്ജക്റ്റ് ആക്ട് ചെയ്യുമ്പോൾ ആ മൊത്തം ഫോഴ്സ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. അവിടെ ആക്ട് ചെയ്ത ഫോഴ്സിൻ്റെ അളവുണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പൾസ് ഓഫ് ദാറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു
ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈമാണ് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത്? യൂണിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു തിയറി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. എന്നാൽ നമുക്കിതിന് മറ്റൊരു ഡെഫിനിഷൻ കൂടെ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നിങ്ങളെല്ലാവരും പഠിച്ചതാണ് അല്ലേ? അതിലെന്താ പറയുന്നത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? നമ്മൾ പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തോട്ടെ. ഈ ടിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടും. നോക്കണം, ഈ എഫ് ഇൻറ്റു ടി ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം എന്ത് ദേ കിടക്കുന്നത് കണ്ടോ? എഫ് ഇൻറ്റു ടി എന്താണ്? ഇമ്പൾസ് അല്ലേ? എന്താണ്? ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? അത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. എന്താണത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് ആക്ട് ചെയ്ത ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അവിടെ ഉണ്ടായ ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിൾ? ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഓക്കെ, അത് അടക്കും. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ കണ്ടോ? എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഓർ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് അവിടുത്തെ ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഓർ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫോർമുലയും എന്ത് ചെയ്യാൻ പറ്റണം? യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അത്തരത്തിലുള്ളൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നൊന്ന് മായ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കി. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണേ. കാരണം ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, ഒരു ബോൾ ഉണ്ട്. അതിൻ്റെ മാസ് 200 ഗ്രാമാണ്. അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഒരാൾ ആ ബോളിനെ എന്ത് ചെയ്യുന്നു? ക്യാച്ച് ചെയ്യുന്നു. ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ബോൾ എന്തിലെത്തിയിട്ടുണ്ടാവും? റെസ്റ്റിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇഫ് ദ ടൈം ടേക്കൺ ടു ബ്രിങ് ദ ബോൾ ടു റെസ്റ്റ് ഈസ് എസ് ഫോളോ. എന്ന് വെച്ചാൽ നമ്മൾ ക്യാച്ച് ചെയ്തു അല്ലേ? നമുക്ക് 2-3 രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സാധാ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ ക്യാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? കണ്ടോ, കൈ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുന്നത് കണ്ടോ? കണ്ടോ, ഈ പിക്ചറിൽ കാണുന്നത് ഇതിനാണ് നമ്മൾ ഫോളോ ത്രൂ എന്ന് പറയുന്നത്. ഇങ്ങനെയും ക്യാച്ച് ചെയ്യാം, ഇല്ലാതെ ആ കൈ അനക്കാതെ അവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം? ക്യാച്ച് ചെയ്യാം. അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയം വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോൾ പറയുന്നത് 0.3 സെക്കൻഡ് കൊണ്ടാണ് ആ ബോൾ ഞാൻ ക്യാച്ച് ചെയ്തത്, അല്ലെങ്കിൽ 0.2 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്തു, 0.1 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്തു. അങ്ങനെ 3 കേസുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 സമയത്തെയും ഫോഴ്സ് എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻ ദ ആൻസേഴ്സ് യു അറൈവ്ഡ് അറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഇവരെല്ലാം നമുക്ക് കിട്ടുന്ന ഫോഴ്സ് നെഗറ്റീവിലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമുക്ക് അതൊരു അറ്റത്തിൽ നിന്ന് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോളുണ്ട്, ആയിക്കോട്ടെ. ആ ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 200 ഗ്രാമാണ്. നമുക്കറിയാം യൂണിറ്റ് നമ്മൾ ഗ്രാമിലിട്ട് ചെയ്യാറില്ല. 200 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? അത് 0.2 കിലോഗ്രാമാണ് ബൈ 1000 ചെയ്തപ്പോൾ. അത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഒരാൾ ആ ബോൾ ക്യാച്ച് ചെയ്യുന്നു. ക്യാച്ച് ചെയ്തപ്പോൾ ആ ബോൾ എന്തിലെത്തി? റെസ്റ്റിലെത്തി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഇതിനടുത്ത് സമയമെന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ പറയുന്നു 0.3 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്തു. രണ്ടാമത്തെ കേസിൽ പറയുന്നു 0.2 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്തു. മൂന്നാമത്തെ കേസിൽ പറയുന്നു 0.1 സെക്കൻഡ് കൊണ്ടാണ് ബോൾ ക്യാച്ച് ചെയ്തതെങ്കിൽ ഇവിടെ ഓരോ സമയത്തും ഉണ്ടായ ഫോഴ്സുകൾ എത്ര? F1 എത്ര, F2 എത്ര, F3 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് M ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ലോ അനുസരിച്ച്. ഇവിടെ ഓരോടത്തും T1 T2 T3 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ M ഇൻറ്റു വി മൈനസ് യു അങ്ങ് കണ്ടുപിടിച്ച് വയ്ക്കാം. ചേഞ്ച് ഇൻ മൊമെൻറ്റ് എത്രയാണ്? M ഇൻറ്റു വി മൈനസ് യു ബൈ ടി. എം എത്ര? അത് 0.2 ഇൻറ്റു വി എത്ര? 0 മൈനസ് യു എത്ര? 30. അപ്പോൾ മൊമെൻറ്റത്തിനുണ്ടായ ചേഞ്ച് എത്രയാണ്? 0.2
ഇൻറ്റു -30 അല്ലേ. 0.2 എന്ന് വെച്ചാൽ എത്ര? അത് 2/10. ഓക്കെ, ഇൻറ്റു എത്രയാണ്? -30. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 0 വെട്ടിപ്പോയി. 3 × 2 6 -6 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും? -6 എന്ത്? ചേഞ്ച് ഇൻ മൊമെൻറ്റോ എന്ന് പറയുന്നത്, kg/m/s. ഇനി F1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് m × v - u/t1 ആയിരിക്കും അല്ലേ. ഈ m × v - u/t അല്ലേ 6. അപ്പോൾ F1 എന്തായിരിക്കും? -6/t1 എത്ര? 0.3. F2 എന്തായിരിക്കും? -6/0.2. F3 എന്തായിരിക്കും? -6/0.1. നോക്കുക, എന്താണ് -6/0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? -6/0.3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 60/3 എത്രയാണത്? അത് -20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ എത്രയായിരിക്കും? 60/20 എത്ര കിട്ടും എനിക്ക്? അത് -30 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ എത്ര കിട്ടും? ഇവിടെ ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 60 ന്യൂട്ടൺ എന്നും കിട്ടും. അപ്പോൾ നോക്കടാ, നമ്മൾ ഒബ്ജക്റ്റിനെ ക്യാച്ച് ചെയ്ത് അല്ലേ. ക്യാച്ച് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലോട്ടൊരു ഫോഴ്സ് വന്നു. ആ ഫോഴ്സാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. എത്രയൊക്കെയാണത്? ആദ്യത്തെ കേസിൽ നമ്മൾ സമയമെടുത്ത് 0.3 സെക്കൻഡ് സമയമെടുത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ ക്യാച്ച് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഫോഴ്സ് 20 ന്യൂട്ടൺ. 0.2 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചപ്പോൾ ഫോഴ്സ് കൂടി 30 ന്യൂട്ടണായി. പെട്ടെന്ന് 0.1 സെക്കൻഡ് കൊണ്ട് തന്നെ സഡനായിട്ട് നമ്മളെ ബോളിനെ പിടിച്ച് നിർത്തിയപ്പോൾ അവിടെ നമ്മുടെ കയ്യിലുണ്ടായ ഫോഴ്സ് എത്രയാണ്? 60 ന്യൂട്ടണാണ്. ഇവിടെ മൂന്നിടത്ത് മൈനസ് ഉള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എന്താണ്? റിട്ടാർഡിങ് ഫോഴ്സാണ്. എന്ത് ഫോഴ്സാണ്? റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തോ? റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് നെഗറ്റീവ് ആക്സിലറേഷൻ കൊടുത്തതിന് നിർത്തുന്ന ഫോഴ്സാണ്. അതുകൊണ്ടാണ് അവിടെ എന്തോന്ന് നെഗറ്റീവ് വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടി -20 -30 -60. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ റിട്ടാർഡിങ് ഫോഴ്സ്. അതുകൊണ്ടാണ് എല്ലാം നെഗറ്റീവ് കിട്ടിയത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? അനലൈസ് ദ ആൻസർ ആൻഡ് അറൈവ് അറ്റ് എ കോമൺ കൺക്ലൂഷൻ. എന്താ കൺക്ലൂഷൻ? നമ്മളൊരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം കൂടുന്തോറും ആ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഫോഴ്സ് കുറയുന്നു. അതങ്ങനെയല്ലേ അർത്ഥം? ആലോചിച്ച് നോക്ക്. 0.3 സെക്കൻഡ് വെച്ച് ക്യാച്ച് ചെയ്തപ്പോൾ -20 ന്യൂട്ടൺ ഫോഴ്സേ കൊടുത്തോളൂ. എന്നാൽ 0.2 സെക്കൻഡ് സമയം കുറഞ്ഞു അല്ലെ. തിരിച്ചു വേണമെങ്കിൽ എഴുതാം. സമയം കുറഞ്ഞാൽ ഫോഴ്സ് കൂടും അല്ലേ. സമയം കുറഞ്ഞു 0.2 ഫോഴ്സ് എത്ര ചെയ്തു? 20 നിന്ന് 30 കൂടി. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൈ എന്ത് ചെയ്യണം? അങ്ങനെ അനങ്ങാതെ വെച്ചുകൊണ്ടിരിക്കരുത്. അല്പം സമയമെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ പറയുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന റീസൺസ്. നോക്കിയേ, ക്രിക്കറ്റ് പ്ലെയേഴ്സ് മൂവ് ദെയർ ഹാൻഡ്സ് ബാക്ക്വേർഡ് എലോങ് വിത്ത് ദ ബോൾ വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് മൂവിങ് ബോൾ. ക്രിക്കറ്റ് കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിനാണ് ഫോളോ ത്രൂ എന്ന് പറയുന്നത്. ഇതുപോലെ ഫുട്ബോൾ നിങ്ങൾ ഫുട്ബോൾ പ്രേമി ആണെങ്കിൽ അറിയാമല്ലോ, ഗോൾ കീപ്പർ ഗോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈ അനക്കാതെ വെച്ചാൽ ഗോൾ കീപ്പറായി നിന്നിട്ടുള്ളവർക്കറിയാം നല്ല വേദനയാണ് കയ്യിൽ അല്ലേ. നല്ല പവർ ഉള്ളൊരുത്തനാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഷോട്ട് അടിച്ചു തരുന്നതെങ്കിൽ കൈ എന്ത് ചെയ്യും? ഒടിയാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ എന്ത് ചെയ്യണം? ഒരല്പം പുറകിലോട്ട് ബോൾ വരുന്നതിനോടൊപ്പം മൂവ് ചെയ്യിപ്പിക്കണം. അത് കൈക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല അല്ലേ, അവർ ആരോഗ്യമില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ്, അവർക്ക് ഫിസിക്സ് അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ കൈയിനെ അല്പം പുറകിലോട്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? സമയം കൂടും. സമയം കൂടിയാൽ എന്ത് പറ്റും? ഫോഴ്സ് കുറയും. ഓക്കെ അല്ലേടാ. അടുത്ത്, എ ഫോം ബെഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പോൾ വോൾട്ട് പിറ്റ്. പോൾ വോൾട്ട് അല്ലേ, നമ്മൾ ഈ പറയുന്ന ഒരു കമ്പിൽ കുത്തി ചാടുന്ന കളിയല്ലേ പോൾ വോൾട്ട്. ഈ പോൾ വോൾട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും താഴെ ഒരു ബെഡ് ഇട്ടേക്കും. ഇനി ഹൈ ജമ്പ് ലോങ് ജമ്പ് ചാടുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? മണൽ പിറ്റോ അല്ലെങ്കിൽ നമ്മളെ ബെഡോ ഇട്ടേക്കും. എന്തിനാണ്? ഇത് തന്നെയാണ് കാര്യം. നമ്മൾ നേരെ ചാടി ഒരു തറയിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വന്നുകൊണ്ടിരുന്ന വെലോസിറ്റി ഒറ്റ സെക്കൻഡ് കുറഞ്ഞ് 0 ആവുകയാണ്. എല്ലൊടിയും. കാരണം അവിടെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഫോം ബെഡ് അല്ലെങ്കിൽ മെത്ത ഇട്ടേക്കും എന്ത് പറ്റും? അതൊന്ന് പ്രസ്സാവും അല്ലെ. അപ്പോൾ അതൊക്കെ അതായത് ചെറിയ സെക്കൻഡ് ഓഫ് ടൈമാണ് വ്യത്യാസമെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ത് ചെയ്യും? കുറയും. അടുത്ത്, സ്പോഞ്ച് ഓർ ഹേ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ഗ്ലാസ് വേസൽസ് വൈൽ പാക്കിംഗ്. നമ്മൾ സാധനം പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് സ്പോഞ്ച് ഇതൊക്കെ കുത്തിക്കയറ്റുന്നത് എന്തിനാണ്? പാത്രമല്ലേ, 2 കണ്ണാടി ഗ്ലാസ്സുകളാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. കണ്ണാടിയും കൂട്ടി മുട്ടിയാൽ എന്ത് പറ്റും? അപ്പം പൊട്ടും. എന്നാൽ ഇടയ്ക്ക് ഈ പറയുന്ന നമ്മുടെ ഈ വയ്ക്കുമല്ലോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒക്കെ കുത്തിക്കയറ്റി വയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഇത് പതുക്കെ അധികം അനങ്ങത്തിൽ അല്ലെങ്കിൽ അനങ്ങ് തട്ടുന്നത് തന്നെ സ്ലോ ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്ലോ എന്ന് വെച്ചാൽ സമയം കൂടുകയാണ്. സമയം കൂടുമ്പോൾ ഇമ്പാക്റ്റ് കുറയും. അത് തന്നെയാണ് ഇവിടെ ഓരോടത്തും പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റീസൺ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ക്രിക്കറ്റ് പ്ലെയർ ഗ്രാജുവലി എൻ്റെ ഓരോന്നിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു തന്നു. എന്നാലും എന്താണ് കണ്ടോ, ക്രിക്കറ്റ് പ്ലെയറെ ക്യാച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് ബാക്ക്വേർഡ് എടുക്കുന്നത്?
എന്തിനാണ്? ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്യാച്ചിങ് ദ ബോൾ. ഗോൾ കീപ്പർ ചെയ്യുന്നത് എന്തിനാണ്? ആ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ ഹാൻഡ് കുറയ്ക്കാനായിട്ട്. ഫോംവേർഡ് ഇടുന്നത് എന്തിനാണ്? ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇമ്പാക്റ്റ്, ഈ ഇമ്പാക്റ്റ് തന്നെയാണ് എന്തടേ ഇമ്പൾസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഇമ്പാക്റ്റ് തന്നെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പൾസ് മൊമെൻ്റം പ്രിൻസിപ്പിളിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ ചെറുതായിട്ട് എന്തിട്ടുണ്ടാവും, കിട്ടിയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പാക്റ്റ് ഇമ്പൾസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറഞ്ഞ കാര്യം സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളാണ്, ഒന്നുമില്ല, സിമ്പിളാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് പുറത്തു നിന്നൊരു ഫോഴ്സും വന്ന് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അത് റെസ്റ്റിലാണെങ്കിൽ അത് എന്തിൽ തന്നെ ഇരിക്കും? റെസ്റ്റിൽ തന്നെ ഇരിക്കും. അത് മോഷനിലാണെങ്കിൽ അത് എന്തിൽ തന്നെ ആയിരിക്കും? മോഷനിൽ തന്നെ ആയിരിക്കും എന്ന് ഫസ്റ്റ് ലോയിൽ ന്യൂട്ടൺ പറഞ്ഞു അല്ലേ. സെക്കൻഡ് ലോയിൽ പറഞ്ഞ് നമുക്ക് എന്താണെന്നറിയാം. ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റോ എന്ന് പറയുന്നത് അവിടുത്തെ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ F ഈസ് ഈക്വൽ ടു എന്തിലെത്തി? MA എന്ന ഇക്വേഷനിൽ അവിടെ നിന്ന് എത്തി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ നിയമം പ്രൂവ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, നിങ്ങൾ നോക്കടാ. F ഈസ് ഈക്വൽ ടു MA ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്താണ്? അത് F/m ആണ്. ആണോ അല്ലേ? ആണ്. ഇനി ഒന്ന് നോക്ക്. ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച്, ന്യൂട്ടൺ പറഞ്ഞ അനുസരിച്ച് പുറത്തു നിന്ന് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം F ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ. ഞാൻ ആ കേസിന് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആക്സിലറേഷൻ എത്ര കിട്ടും? 0/m എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ 0 എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യത്തില്ല? ആക്സിലറേഷൻ 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വെലോസിറ്റി എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യില്ല. അതായത് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വെലോസിറ്റി എത്രയാണോ അത് തന്നെ ആയിരിക്കും അല്ലേ. ഒബ്ജക്റ്റ് നിന്ന് പോകണമെങ്കിലും നെഗറ്റീവ് ആക്സിലറേഷൻ ഡീസിലറേഷൻ വേണം, വെലോസിറ്റി കൂടണമെങ്കിലും പോസിറ്റീവ് ആക്സിലറേഷൻ വേണം. പക്ഷേ പുറത്തു നിന്നൊരു ഫോഴ്സ് വന്നിട്ടില്ലെങ്കിൽ ആക്സിലറേഷൻ എപ്പോഴും 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് എന്ത് അവസ്ഥയിലാണോ അതിൽ തന്നെ നിൽക്കും. ഇത് തന്നെയാണ് ന്യൂട്ടൺ ഇവിടെ പറഞ്ഞത്, ഫസ്റ്റ് ലോയിലും പറഞ്ഞത് അല്ലേ. ഇഫ് ദെയർ വിൽ ബി നോ ആക്സിലറേഷൻ ഇഫ് നോ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. എൻ്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഇല്ലെങ്കിൽ അത് എന്ത് സ്റ്റേറ്റ് ആണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. ഇത് വെച്ച് നമുക്കിപ്പോൾ എന്ത് പറയാം? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. We know that according to Newton's second law, F is equal to എന്താണ്? MA ആണ്. If the external force acting on an object is 0, then acceleration is equal to F/m, which is equal to 0. Since there is no acceleration, there is no change in velocity. Acceleration ഇല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടുകയില്ല, കുറയുകയില്ല. അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ റെസ്റ്റ് തന്നെ ആയിരിക്കും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിൽക്കണമെങ്കിൽ പുറത്തു നിന്ന് ഫോഴ്സ് വേണം. ഇത് തന്നെയാണ് ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞത്. സിമ്പിളല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിലോട്ട് പോവുകയാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനിലോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ശരി. എന്താണ് ന്യൂട്ടൻ്റെ മൂന്നാം നിയമം പറഞ്ഞത്? എല്ലാവർക്കും അറിയാമെന്നുള്ള നിയമം അല്ലേ, ഈസി ആയിട്ടുള്ള നിയമം. നമ്മൾ ന്യൂട്ടൻ്റെ നിയമങ്ങൾ നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ മറന്നുപോകാത്ത നിയമമാണ് ഏത്? ന്യൂട്ടൻ്റെ മൂന്നാം നിയമം. 1, 2 നമ്മൾ മറന്നു പോകും, പക്ഷെ 3 മറക്കൂല. എന്താണ്? ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടല്ലേ. ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയാമെന്നുള്ള നിയമം. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. അതവിടെ പ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഉദാഹരണം നോക്കിയേ. ഒരു ബലൂൺ നമ്മളെടുത്തു. ഒരു ബലൂൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു കയറിലിങ്ങനെ അല്ലേ, ഒരു ബലൂൺ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ട്രോയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഒരു ബലൂൺ എടുത്ത് എന്ത് ചെയ്തു? ഒരു സ്ട്രോയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് അതിനകത്തൊരു കയറിങ്ങനെ കെട്ടി. ബലൂണിൽ കാറ്റ് നിറച്ചു. ഈ കെട്ടഴിച്ചു വിടുമ്പോൾ കാറ്റിങ്ങോട്ട് പോകും. കാറ്റിങ്ങോട്ട് പോകുമ്പോൾ ബലൂൺ അതിൻ്റെ എതിർ ദിശയിലോട്ട് പോകും. അപ്പോൾ ഇങ്ങോട്ട് കൊടുത്തതിന് ഞാൻ ആക്ഷൻ എന്ന് വിളിച്ചാൽ അതിന് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് സംഭവിച്ചു. ഇതാണെന്ത്? റിയാക്ഷൻ. കാറ്റ് പുറത്തോട്ട് പോകുന്ന ആക്ഷൻ കാരണം ബലൂൺ ഇങ്ങോട്ട് പോയി റിയാക്ട് ചെയ്യും. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയും. മറ്റൊരു ഉദാഹരണം, ഒരു സ്പ്രിംഗ് ബാലൻസ് ഞാൻ ഇങ്ങനെ ചുവരിലിങ്ങനെ ടൈ ചെയ്ത് വെച്ചു. മറ്റൊരു സ്പ്രിംഗ് ബാലൻസ് ഇതാ ഇവിടെ കൊടുത്തു. ഞാൻ ഇതിനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ കാണുന്ന വാല്യൂ എത്ര തന്നെയാണോ അതായിരിക്കും ഇവിടെയും കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കി. സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് വെച്ചാൽ വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു കൊളുത്തുണ്ടാവും. ഈ കൊളുത്ത് നമ്മൾ വെയിറ്റ് അറ്റാച്ച് ചെയ്തിടുമ്പോൾ ആ വെയിറ്റ് എത്രയെന്നുള്ളത് ഇവിടെ റീഡിംഗ് ആയിട്ട് കാണിക്കും. ഒന്നാമത്തെ സ്പ്രിംഗ് ബാലൻസിൽ നമ്മൾ വലിക്കുന്നതാണ് വെയിറ്റ് ആയിട്ട് കാണിക്കുന്നത്.
ഇപ്പോൾ രണ്ടാമത്തിൽ ആരാ കാണിക്കുന്നത്? രണ്ടാമത്തെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? കണ്ട എന്താണ്? നേരെ ഇതിൻ്റെ എതിർവശമാണ് അല്ലേ? ഈ പറയുന്ന ഇവിടെയാണ് മാസ് നമ്മൾ തൂക്കിയിടുന്നത് ഈ ഇടതുവശത്ത്. അപ്പോൾ ആ മാസിൻ്റെ ഭാഗത്തും ഇത്രയും ഫോഴ്സ് വന്നതുകൊണ്ടാണ് ഇവിടുത്തെ രണ്ടിടത്ത് റീഡിങ് എന്ത് ചെയ്തത്? ഒന്നായിട്ട് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ആക്ഷൻ എവിടെ ഉണ്ടോ അവിടെ ഒരു റിയാക്ഷനും ഉണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിനാണ് നമ്മൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ അപ്പോൾ ആക്ഷനും റിയാക്ഷനും മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ ആക്ഷൻ എന്ന് വിളിച്ചാൽ തിരിച്ചു കിട്ടുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ആക്ഷനും റിയാക്ഷനും എപ്പോഴും നടക്കുന്നത് എങ്ങനെയായിരിക്കും? സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴാണോ ആക്ഷൻ വരുന്നത് അപ്പോൾ റിയാക്ഷൻ വരും. അപ്പോൾ ഇതിൽ ആദ്യം ആര് വന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ആക്ഷൻ വരുമ്പോൾ റിയാക്ഷൻ വരും. അതിൽ ആര് ആക്ഷനായിട്ട് എടുക്കണം ആര് റിയാക്ഷനായിട്ട് എടുക്കണം എന്ന് നോക്കണം, നമ്മുടെ ഇഷ്ടം. ഓക്കെ, വെൻ there is an action there is a reaction. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷനും ഉറപ്പായിട്ടും എന്താണ് ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും. ഓക്കെ ആണോ? അതാണ് എന്ത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷനും ഉണ്ടാകും. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. ഇത് വെച്ച് നമുക്ക് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാർ, ഈ കാറ് നമ്മൾ അകത്തിരുന്നുകൊണ്ട് തള്ളിയാൽ കാറ് മൂവ് ചെയ്യൂല. ശരിയാണോ? ആണ്. പുറത്തിറങ്ങി നിന്ന് തള്ളിയാലേ കാർ എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. പക്ഷേ കാറിനകത്തിരുന്നു കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും മുന്നോട്ടും പുറകിലോട്ടും ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു പുറത്തു നിന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലേ അവിടെ മോഷനുള്ളൂ എന്ന് പറയുമ്പോൾ കാറിനകത്തിരുന്ന് ഞാൻ സീറ്റ് തള്ളുമ്പോൾ അത് ഇൻറ്റേർണൽ ഫോഴ്സ് അല്ലേ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. അപ്പോൾ മനസ്സിലാക്കുക, എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സും കാറിൻ്റെ അകത്തിരിക്കുന്നു പുറത്തിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്നത് അതിനകത്ത്. ഇപ്പോൾ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ കാല് തറയിൽ ചവിട്ടിയിട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, കാറ് മൂവ്മെൻറ്റിലോ റെസ്റ്റിലോ ആയിക്കോട്ടെ, പക്ഷേ കാറിന് റിലേറ്റീവായിട്ട് അല്ലേ, കാറ് എന്ന് പറയുന്ന വണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ മറ്റൊരു ഒബ്ജക്റ്റായിട്ട് കണ്ടിട്ടാണ് നമ്മൾ സീറ്റിനെ എന്ത് ചെയ്യുന്നത്? നീക്കുന്നത്. ആണോ അല്ലേ? നമ്മൾ കാറിൽ ചവിട്ടി നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സീറ്റ് നീക്കുന്നത്. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ സീറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്നും പുറത്ത് നമ്മൾ ചവിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറ്റിനെ മുമ്പോട്ടും പുറത്തോട്ടും ആക്കുന്നു. അപ്പോൾ നമുക്കൊരു പുറത്ത് നിന്നുള്ളൊരു ഫോഴ്സായിട്ട് അതിനെ എടുക്കാൻ പറ്റും. എന്നാൽ കാറിനകത്തിരുന്ന് കാറിനെ തന്നെ തള്ളുമ്പോൾ ആലോചിക്കുക, നമ്മൾ ഒരു ഭാഗവും പുറത്താവുന്നില്ല. മൊത്തം കാറെന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് തന്നെയാണ്. പക്ഷേ സീറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പുറത്ത് നമ്മൾ കാല് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? തള്ളുന്നത്. അതായത് ഇവിടെ പറയുന്നത്, ഓക്കെ, വൈൽ സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ് ആൻഡ് പുഷിങ് ദ ഫ്രണ്ട് സീറ്റ് വി ആർ ടോട്ടലി ഔട്ട്സൈഡ് ദ ഫ്രണ്ട് സീറ്റ്. കണ്ടോ, നമ്മൾ സീറ്റിൽ നിന്നും കറക്റ്റ് പുറത്താണ്. ഹെൻസ് വി ആർ ഏബിൾ ടു എക്സേർട്ട് ആൻ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്. പക്ഷേ നമ്മൾ കാറിനെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ദ സെയിം ഫോഴ്സ് ദാറ്റ് ഈസ് എക്സേർട്ടഡ് ഓൺ ദ കാർ ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ അവർ ബോഡി ടു ദ പ്ലാറ്റ്ഫോം ഓഫ് ദ കാർ. ദസ് ദ ഫോഴ്സ് ബിക്കം ബാലൻസ്ഡ്. അല്ലേ, നമ്മൾ ഈ കാറിനകത്ത് നിന്ന് കാറിനെ തള്ളുമ്പോഴേ നമുക്ക് പുറത്തുനിന്ന് ഒരു ചവിട്ടി നിന്നിട്ടല്ലേ ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. കാറിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് വരുന്നു, അത് ആർക്ക് തന്നെ കിട്ടുന്നു? കാറിന് കിട്ടുന്നു. കാർ തിരിച്ചൊരു ഫോഴ്സ് വരുന്നു, അത് അവിടെ ക്യാൻസലായി പോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറിയത്? ബാലൻസ്ഡ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. ആക്ഷൻ റിയാക്ഷനും പറഞ്ഞു. ഓക്കെ, ഈ പറയുന്ന കണ്ടീഷൻസിൻ്റെ ഒക്കെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. ടെസ്റ്റ് തന്ന ചോദ്യങ്ങളാണ്. ഫസ്റ്റ്, റോയിങ് എ ബോട്ട് അല്ലേ, വാട്ടർ നമ്മൾ പുറകിലോട്ട് പുഷ് ചെയ്യുന്നു, ബോട്ട് മുമ്പോട്ട് മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മൾ തുഴയുന്ന സമയത്തല്ലേ നമ്മൾ ഈ പറയുന്ന വെള്ളത്തിരിക്കുകയാണ്, നമ്മൾ പങ്കായം വെച്ച് എന്ത് ചെയ്തു? പുറകിലോട്ട് തുഴയുമ്പോൾ ആ കൊടുക്കുന്നത് ആക്ഷൻ, ബോട്ട് മുന്നോട്ട് പോകുന്നു, അതെന്ത്? റിയാക്ഷൻ. ന്യൂട്ടൺ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും അത് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? അത് ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്ക്, ന്യൂട്ടൺ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റോട് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു, ഞാനതിനെ എഫ് എന്ന് വിളിച്ചാൽ അതെന്ത് തരും? ഒരു റിയാക്ഷൻ എനിക്ക് തരും. അതെന്തായിരിക്കും? -F ആയിരിക്കും. അതായത് എഫ് ഈസ് ഈക്വൽ ടു -F. എഫ് എപ്പോഴും -Fന് ഈക്വൽ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുന്ന 5 ന്യൂട്ടൺ ആണെങ്കിൽ തിരിച്ചും ഒബ്ജക്റ്റ് എനിക്ക് എത്ര തരും? 5 ന്യൂട്ടൺ തന്നെ റിയാക്ഷൻ തരും. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ പറഞ്ഞത്. ഇവിടെ അത് തന്നെയാണ് കാര്യം അല്ലേ? എന്തായിരിക്കും? ദ ബോട്ട്മാൻ പുഷസ് ദ വാട്ടർ ബാക്ക്വേർഡ് വിത്ത് ദ ഓഴ്സ്. അതായത് നമ്മുടെ പങ്കായം, അത് ആക്ഷൻ. അപ്പോൾ വാട്ടർ തിരിച്ച് എന്ത് ചെയ്യും? ബോട്ടിനെ മുമ്പോട്ട് പുഷ് ചെയ്യും, അത് റിയാക്ഷൻ.
വെൻ എ റോക്കറ്റ് ഈസ് ലോഞ്ച്ഡ് ഗ്യാസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്സ് ചേംബർ ബൈ ദ കമ്പഷൻ ഓഫ് ഫ്യൂൽസ്. നമുക്കറിയാം റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അല്ലേ എന്ത് പറ്റും? കണ്ടോ, ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ തീ കത്തിപ്പോകും, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇത് താഴോട്ട് തീ കത്തിപ്പോവും. ഇപ്പോൾ ഈ റോക്കറ്റ് എങ്ങോട്ട് പോകും? മുകളിലോട്ടും പോവും. ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? The gases which are at high pressure move in one direction at high speed, but the rocket is propelled in the opposite direction. എന്തായിരിക്കും കാരണം? സിമ്പിളാണ്, ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. ഈ പറയുന്ന കമ്പഷൻ ഫ്യൂലൊക്കെ കത്തി 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 എന്ത് ചെയ്യും? പുറത്തോട്ട് പോവും. എങ്ങോട്ട് പോവും? പുറത്തോട്ട് പോവും. പുറത്തോട്ട് പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന സമയത്ത് റോക്കറ്റ് എന്ന് പറയുന്ന ആ സാധനത്തിനകത്ത് നമ്മൾ നിറച്ചു വെച്ചേക്കുന്ന ഫ്യൂലാണ് എന്ത് ചെയ്യുന്നത്? കത്തി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ റോക്കറ്റിൻ്റെ മാസ് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യാണ്? മാസ് ചേഞ്ച് ചെയ്യുകയാണല്ലേ. അപ്പോൾ മൊമെൻറ്റം എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നോക്കിയേ, പിന്നെ റോക്കറ്റ് ഈസ് ലോഞ്ച്ഡ് ദ റോക്കറ്റ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഹൈ പ്രഷർ ഗ്യാസസ് ദാറ്റ് മൂവ് ഔട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഓഫ് ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ. അതിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ വേണ്ട, വിട്ടേക്ക്. ഇവിടെ കാര്യം നോക്ക്. ദ റോക്കറ്റ് പുഷസ് ദ ഗ്യാസ് ഔട്ട് ഇൻ വൺ ഡയറക്ഷൻ. റോക്കറ്റ് പുറത്തോട്ട് ഒരു ഡയറക്ഷന് പുഷ് ചെയ്യും. വിച്ച് പുഷസ് ദ റോക്കറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിനാണ് നമ്മൾ ത്രസ്റ്റ് ഓഫ് ദ റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് മൊമെൻറ്റം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കാരണം എന്ത് പറ്റും? നോക്ക്, റോക്കറ്റിന് ഇപ്പോൾ ഒരു വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കുറേ ഗ്യാസ് കത്തിയാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു ആക്ഷൻ കൊടുത്തു, അതേ റിയാക്ഷൻ തിരിച്ചു തരും. പക്ഷേ റിയാക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും? റോക്കറ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞ്. അപ്പോൾ എന്ത് പറ്റും? ആ റോക്കറ്റിലോട്ട് കൂടുതൽ ഫോഴ്സ് പറ്റും അല്ലേ. നമ്മൾ എത്ര ഫാസ്റ്റാണോ പുറത്തോട്ട് ഈ പറയുന്ന സാധനങ്ങൾ കത്തി പുറത്തോട്ട് പോകുന്നത്, അത്രയും സ്പീഡ് റോക്കറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ഷനും റിയാക്ഷൻ. ഒരു പേഴ്സൺ ബോട്ടിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ബോട്ട് എന്ത് ചെയ്യും? ബാക്കിലോട്ട് പോകും. സെയിം സാധനം അല്ലേ. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ആക്ഷൻ, നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ആക്ഷൻ. അപ്പോൾ ആ തിരിച്ചെന്ത് ചെയ്യും? വരുന്നതാണ് എന്ത്? റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചവിട്ടുകയില്ല, അപ്പം ബോട്ട് എന്ത് ചെയ്യും? ബാക്കിലോട്ട് പോകും. നമുക്ക് ചവിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു സ്ട്രോങ് ബേസ് ആര് തരും? ഇവിടുത്തെ റിയാക്ഷൻ തരും. അപ്പോൾ ബോട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ആൻസർ. അപ്പോൾ നോക്കിയേ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അടുത്തൊരു ചോദ്യം, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഇഫ് സോ വിൽ ദേ ക്യാൻസൽ ഈച്ച് അതർ. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ആക്ഷനും റിയാക്ഷനും ഈക്വൽ ഓപ്പോസിറ്റും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, 5 ന്യൂട്ടൺ ആക്ഷൻ ആണെങ്കിൽ -5 ന്യൂട്ടനാണ് റിയാക്ഷൻ. സാമാന്യ ബോധമുള്ള ആർക്കും തോന്നും എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡിലെ വെട്ടിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. പക്ഷേ ഉത്തരം നോ എന്നാണ്. എന്തുകൊണ്ടെന്നറിയാവോ? നമ്മൾ ഈ ആക്ഷൻ റിയാക്ഷൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ ഏത് ഒബ്ജക്റ്റിലാണോ ആ ഒബ്ജക്റ്റിൻ്റെ, അല്ല ഇപ്പോൾ ഈ അങ്ങനെ വേണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട, സിമ്പിളായിട്ട് പറയാം. ആക്ഷൻ റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? അത് 2 ഡിഫറൻറ്റ് ബോഡിയിലായിരിക്കും. ആക്ഷൻ റിയാക്ഷൻ എന്തായിരിക്കും? 2 ഡിഫറൻറ്റ് ബോഡിയിലായിരിക്കും. ഓക്കെ, അതായത് ഒരിക്കലും ഈ ആക്ഷനും റിയാക്ഷനും ഒരു ഒബ്ജക്റ്റ് നടക്കുന്നല്ലോ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു? ആക്ഷൻ കൊടുക്കുന്നു. പകരം നമുക്ക് എന്ത് കിട്ടുന്നു? റിയാക്ഷൻ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ നമ്മുടെ ചുവരിലോട്ട് ഒരു ആക്ഷൻ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ വാൾ. ഞാനിവിടെ നിൽക്കുകയാണ്. ഞാനൊരു ചവിട്ട് കൊടുത്തു അങ്ങോട്ട്. ആർക്ക് കൊടുത്തു? ചുവരിലോട്ട് കൊടുത്തു. അപ്പോൾ ഞാനാണ് കൊടുക്കുന്നത്. ചുവരകത്തു നിന്നാണ് എനിക്ക് എന്ത് തരുന്നത്? റിയാക്ഷൻ തരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ബോഡി, ഇത് ചുവരെന്ന ബോഡി, 2 ഡിഫറൻറ്റ് ബോഡിയല്ലേ. 2 ഡിഫറൻറ്റ് ബോഡി നടക്കുന്ന ഫോഴ്സിന് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല. അത് ഡിഫറൻറ്റ് ഒബ്ജക്റ്റിൽ അപ്പോൾ ആയതുകൊണ്ടാണ് ആക്ഷൻ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റാത്തത്? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇഫ് യു ആർ പുഷിങ് എ വെഹിക്കിൾ സ്റ്റാൻഡിങ് ഓൺ ഐസ് വിൽ ദ വെഹിക്കിൾ മൂവ്. നല്ലൊരു ചോദ്യമാണ്. ഐസിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം, ഐസ് നിങ്ങളെല്ലാം ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഐസിൻ്റെ മുകളിൽ നമുക്ക് കാറിന് ഓടിക്കാൻ പറ്റത്തില്ല ഈസി ആയിട്ട്. അത് ഓടിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം ഈ പറയുന്ന ടയറിൽ കുറേ ചങ്ങല ഈ സാധനമൊക്കെ ഇട്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെ വേണം എന്താണ് വണ്ടി ഓടിക്കാൻ. ഐസ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മഡ്, ചെളി, ഈ 4x4 ജീപ്പൊക്കെ ഓടിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ചെളി അല്ലെങ്കിൽ ഐസ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് ഒരു ട്രാക്ഷൻ കിട്ടൂല എന്ന് പറയും. അതായത് ടയർ എന്ത് ചെയ്യും? തെന്നും. ഐസ് നമുക്ക് തന്നെ അറിയാം. ഈ ഐസിലോട്ട് നമ്മൾ ഈ പറയുന്ന ടയർ ഇരിക്കുമ്പോഴത്തേക്കും ടയറിൻ്റെ പ്രഷർ കാരണം ഈ പറയുന്ന കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം പെട്ടെന്ന് വെള്ളമായിട്ട് മാറും. ഐസിൽ പ്രഷർ കൊടുക്കുമ്പോൾ ഐസ് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. അപ്പോൾ ഈ വെള്ളത്തിൽ ടയർ കറങ്ങോ? ഇല്ല, ടയർ തെന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പറ്റുമോ ഇല്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇല്ല, പറ്റൂല. ഐസിൽ വണ്ടി ഓടിക്കുക എളുപ്പമല്ല. എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടയർ കറങ്ങുമ്പോൾ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ടയറിൽ ഇങ്ങോട്ടൊരു പുഷ് കൊടുക്കുമ്പോൾ ഈ തറയിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു റിയാക്ഷൻ വേണം. ഐസിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ റിയാക്ഷൻ ആര് തരൂല? ഐസ് തരൂല. കാരണം ഐസ് വെള്ളമായിട്ട് അവിടെ ഫ്രിക്ഷൻ ഇല്ല, തെന്നിപ്പോവും. റിയാക്ഷൻ കിട്ടാത്തിടത്തോളം ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വെള്ളത്തിൽ നമുക്ക് നടക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? സെയിം ലോജിക്ക് തന്നെയാണ്. വെള്ളത്തിൽ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ നിൽക്കുകയാണ്. വെള്ളത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ, ഇവിടെ റിയാക്ഷൻ തരാൻ വെള്ളത്തിന് പറ്റൂല. വെള്ളം എന്ത് ചെയ്യും? വെള്ളം അങ്ങ് മാറിക്കളയും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മുടെ കാലകത്തോട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ റിയാക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഓക്കെ, ആക്ഷനും റിയാക്ഷൻ, ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാം പെട്ടെന്ന് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടി ഒന്നിരുന്ന് സ്പീഡായിട്ട് ഒരു 2x സ്പീഡിലിട്ട് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക, പിടിയിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗം അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് ക്വസ്റ്റ്യനൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ ബൈ.